മക്കളെ, SSLC മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളിലെ വർക്ക്ഷീറ്റുകളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയത് പ്രഗത്ഭനായ ഗണിതാധ്യാപകൻ ജോൺ P.A. ആണ്. അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഈ വർക്ക്ഷീറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ഭാഗ്യമായി നാം കരുതുന്നു. ഇന്ന് 8-9 വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. കൂടാതെ SSLC മാത്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും വർക്ക്ഷീറ്റുകളുടെ കോപ്പികൾ PDF ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, ഇതിലെ ആദ്യം പറയുന്ന കൺസെപ്റ്റ് ആശയം എന്താണെന്ന് നോക്കാം. കുറച്ച് സംഖ്യകൾ സമാന്തര ശ്രേണിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം, ആ സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ, അതായത് ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിൽ ഒരു മിഡിൽ ടേം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈക്വിഡിസ്റ്റന്റ് ടേംസിനെ കുറിച്ച് കഴിഞ്ഞ വർക്ക്ഷീറ്റിൽ നാം പറഞ്ഞിരുന്നു. ഇവിടെ ഇതിൽ ഒരു മിഡിൽ ആയിട്ട് ഒരു ടേം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിലെ കൺസെപ്റ്റ്. ഓഡ് നമ്പറാണ് ഇതിന്റെ എണ്ണമെങ്കിൽ ടേംസിന്റെ എണ്ണം ഓഡ് നമ്പർ ആവണം, അതായത് ഒറ്റ സംഖ്യയാവണം. ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുന്നത് ഒരു 11 ആണ് ഇതിലെ ടേംസിന്റെ എണ്ണമെങ്കിൽ അതിലെ 6th ടേം ആയിരിക്കും ഇതിന്റെ മിഡിൽ ടേം എന്നാണ്. നോക്കാം നമുക്ക്. ഇതിൽ ഏത് സംഖ്യയാണ് നടുവിൽ വരുന്നത്, മധ്യത്തിലായി വരുന്നത്? എങ്ങനെയാണ് മിഡിൽ ടേം കണ്ടുപിടിക്കുക? 11 സംഖ്യകളിൽ മധ്യപദം കാണാൻ നമ്മൾ ഒരു എളുപ്പമാർഗമുണ്ട്. 11നോട് അടുത്ത എണ്ണൽ സംഖ്യ, അതായത് 11നോട് 1 കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി ഹാഫ് കാണുക, അതായത് 12. 12ന്റെ പകുതി 6 അല്ലേ, 6. ആറാമനായിരിക്കും ഇതില് മധ്യത്തിൽ. നോക്കാം, 1, 2, 3, 4, 5, 6 ഇവനായിരിക്കും മധ്യത്തിൽ. മിഡിൽ ടേം എന്ന് പറയുന്നത് 35 ആയിരിക്കും. ക്ലിയർ? മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എണ്ണം, ആ ടേംസിന്റെ എണ്ണത്തിനോട് 1 കൂട്ടുക, അതിന്റെ ഹാഫ് കാണുക, എങ്കിൽ നമുക്ക് മിഡിൽ ടേം നമുക്കറിയാം. ഒരു ബെഞ്ചിൽ 5 കുട്ടികളാണ് ഇരിക്കുന്നതെങ്കിൽ മധ്യത്തിലിരിക്കുന്ന കുട്ടി എത്രാമനായിരിക്കും? 5നോട് 1 കൂട്ട 6, 6ന്റെ പകുതി 3ആമനായിരിക്കും അല്ലേ? രണ്ടറ്റത്തു നിന്ന് എണ്ണി നോക്കിയാലും അവൻ 3ആമൻ തന്നെയായിരിക്കും അല്ലേ? ലെഫ്റ്റിൽ നിന്ന് എണ്ണിയാലും റൈറ്റിൽ നിന്ന് എണ്ണിയാലും ആ കുട്ടി 3ആമത്തെ കുട്ടി തന്നെയായിരിക്കും. ഇതേപോലെ ഈ ബോത്ത് സൈഡ്സ് നിന്നും, രണ്ട് സൈഡിൽ നിന്നും എണ്ണി നോക്കിയാൽ ഈ 35 എന്ന് പറയുന്നത് 6th ടേം ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് 15 ആണെങ്കിൽ മിഡിൽ ടേം എത്രാമത്തെ സംഖ്യ ആയിരിക്കും? നമ്പർ ഓഫ് ടേംസ് 15 ആണെങ്കിൽ, ഓഡ് നമ്പർ ആണ് 15 അല്ലേ? 15 ആണെങ്കിൽ എത്രാമത്തേതായിരിക്കും മിഡിൽ ടേം? പെട്ടെന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യൂ. 15 എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത എണ്ണൽ സംഖ്യ, അടുത്ത നാച്ചുറൽ നമ്പർ 16 ആണ്. 16ന്റെ ഹാഫ്, അതായത് 8th, 8ആമനായിരിക്കും. 8 ആയിരിക്കില്ല മധ്യത്തിൽ, 8ആമത്തെ സംഖ്യ ആയിരിക്കും മധ്യത്തിൽ വരുന്നത്. ക്ലിയർ? ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 99 നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ എത്രാമത്തേതായിരിക്കും അതിന്റെ മിഡിൽ ടേം? എത്രാമത്തേതായിരിക്കും? പൊസിഷൻ എത്രയായിരിക്കും അല്ലേ? അത് എത്രാം പദമായിരിക്കും അതിൽ മധ്യത്തിൽ വരുന്നത്? 99ന്റെ അടുത്ത എണ്ണൽ സംഖ്യ 100. 99 + 100, 100ന്റെ ഹാഫ് 50, അതായത് 50ആമത്തെ പദമായിരിക്കും മധ്യത്തിൽ വരുന്നത്. ക്ലിയർ? അപ്പൊ മിഡിൽ ടേം എന്നൊരു ആശയം മനസ്സിലായല്ലോ. എന്താണ് ഇപ്പൊ പറഞ്ഞത്? നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ അതിലൊരു മിഡിൽ ടേം ഉണ്ടായിരിക്കും. ആ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്പർ ഓഫ് ടേംസ് +1/2 കണ്ടാൽ മതി. നമ്പർ ഓഫ് ടേംസ് +1/2 കണ്ടാൽ മതി. ക്ലിയർ? നെക്സ്റ്റ് ആശയം പറയുന്നത്, നമ്മൾ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ ആ ടേംസുകളുടെ എല്ലാം സമ്മ്, തുക കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എന്താണ് എളുപ്പമാർഗം? നമുക്ക് മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡിൽ ടേമും നമ്പർ ഓഫ് ടേംസിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും അതിന്റെ സം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. നമ്പർ ഓഫ് ടേംസ് 5 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്പർ 5 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ഇതിലൊരു മിഡിൽ ടേം കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? എത്രാമനായിരിക്കും? നമ്പർ ഓഫ് ടേംസ് 5 ആണെങ്കിൽ 6ന്റെ ഹാഫ്, അതായത് 3. തേർഡ് ടേം ആയിരിക്കും, ഇവനായിരിക്കും മിഡിൽ
75 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി തുക കാണാൻ പറഞ്ഞാൽ, സം കാണാൻ പറഞ്ഞാൽ, ഈ 5 ടേംസിന്റെയും സം കാണാൻ നമുക്ക് ഒരു എളുപ്പമാർഗമുണ്ട്. എന്താണത്? 35നെ ഈ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ക്ലിയർ? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 175 എന്ന് കിട്ടും. ഇത് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഇതേപോലെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ മിഡിൽ ടേം 35 ആയിരുന്നു അല്ലേ? 5 തന്നെയായിരുന്നു. നമുക്ക് സം 175 എന്ന് കിട്ടി. ഞാൻ നിങ്ങളോട് 35ഉം 175ഉം തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ആലോചിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ആ ബന്ധം? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. 35നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 175 കിട്ടുക. ക്ലിയർ? ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ രണ്ട് എണ്ണം കൂടി കൂട്ടിയതിന്റെ ഹാഫ് ആണ് 35. അതുകൊണ്ട് ഈ രണ്ടെണ്ണം ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ? 35ൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയ ടേംസുകളുടെ സമ്മിന്റെ ഹാഫ്, പകുതിയാണ് ഇതിന്റെ മിഡിൽ ടേം. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 70 എന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയാലും 70 ആണ്. പിന്നെ 35 70 പ്ലസ് 70 പ്ലസ് 35 175. ക്ലിയർ? ഇത് കുറച്ച് നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ഈക്വിഡിസ്റ്റന്റ് ടേംസിന്റെ സമ്മ് കണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനൊരു ഈസി മെത്തേഡ് ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സൂത്രം ഉണ്ടായിരിക്കുന്നത്. എന്താ സൂത്രം? മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സം കിട്ടും. If the number of terms is an odd number, then sum തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്നൊരാശയാണ്. മനസ്സിൽ ഓർത്തു വയ്ക്കുക കേട്ടോ. നോക്കൂ മക്കളെ, ഇനി നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെങ്കിലോ ഇരട്ട സംഖ്യയാണെങ്കിലോ, ഇതുവരെ പറഞ്ഞത് നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ അല്ലേ, ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് മിഡിൽ ടേം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഈ നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആയ കേസുകളും നമ്മുടെ മുന്നിലെത്തും. അങ്ങനെയുള്ള സീക്വൻസിന് എന്ത് പ്രത്യേകതയാണുള്ളത്? നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പറായ ഇരട്ട സംഖ്യ ആയ അരിത്തമെറ്റിക് സീക്വൻസിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നാണ് ഈ ആശയത്തിൽ പറയുന്നത്. ഇവിടെ ഒരു 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് ഇത്. ഈ ശ്രേണിയിൽ ഇരട്ട സംഖ്യ 100 എണ്ണമാണ്. അതുകൊണ്ട് 100 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. ഇതിൽ 100 എണ്ണമാണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. ഇതിലെ രണ്ട് സൈഡിൽ നിന്നും ഒരേ പൊസിഷനിലുള്ള ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ടേംസുകളെ നമുക്ക് പെയർ ആക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഈക്വിഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ്, റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് 100. ക്ലിയർ? ഇതൊരു പെയറാണ്. ക്ലിയർ അല്ലേ? ഇതേപോലെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ്, റൈറ്റിൽ നിന്ന് സെക്കൻഡ്. അത് ഏതൊക്കെയാണ്? ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ് 2, റൈറ്റിൽ നിന്ന് സെക്കൻഡ് 99. ഇതും ഒരു പെയറാണ്. ക്ലിയർ? ഇങ്ങനെ പെയർ ആക്കാൻ സാധിക്കും. ലെഫ്റ്റിൽ നിന്ന് തേർഡ്, റൈറ്റിൽ നിന്ന് തേർഡ്. അതായത് ലെഫ്റ്റിൽ നിന്ന് തേർഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. റൈറ്റിൽ നിന്ന് തേർഡ്, 1 2 3 98 ആണ് അല്ലേ? ഇങ്ങനെ പെയർ ആക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി മിഡിലായിട്ട് ഏത് വരും? ലെഫ്റ്റിൽ നിന്ന് 50 വരും. അതേപോലെ റൈറ്റിൽ നിന്ന് 51 വരും. ക്ലിയർ? ഇങ്ങനെ നമുക്ക് പെയർ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത് അല്ലേ? ഒരു നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയ ഒരേ അകലത്തിലുള്ള ടേംസിനെ പെയർ ആക്കി എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ? എത്ര പേരുകൾ ഉണ്ടായിരിക്കും ഇതിലെ? 2 എണ്ണം വെച്ച് ആകെ 100 എണ്ണമായിരുന്നു. അതിൽ 2 എണ്ണം കൂടി ഒരു പെയർ ആക്കി കഴിഞ്ഞാൽ എത്ര പേരുകളുണ്ട്? 100ന്റെ പകുതി, അതായത് 50 പേർ, 50 ജോഡികളാക്കി മാറ്റാനായിട്ട് ഇതിനെ തിരിച്ചെഴുതാനായിട്ട് സാധിക്കും അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ പെയർസ് ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഈ രണ്ട് നമ്പറിന്റെയും സം എത്രയാണ്? 1 + 100. 1 + 100 101. അതേപോലെ 2 + 99 101.
3 plus 90 80 101. അവസാനം 50 plus 51 വന്നാലും 101. അതായത് പെയറിലുള്ള ആ നമ്പേഴ്സിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ? എല്ലാവരും ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എല്ലാ സമ്മും 101 ആണ്. ക്ലിയർ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ 1 തൊട്ട് 100 വരെയുള്ള നേച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ, പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ പോൾ ഫ്രെഡറിക് ഗോസിനോട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ പറഞ്ഞതാണ് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളെ കൂട്ടി എഴുതാൻ പറഞ്ഞാണ്. സം എത്രയാണ് എന്ന് ചോദിച്ചു. അതെല്ലാ കുട്ടികളും കണ്ടെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സാറ് വിചാരിച്ചത് കുറേ സമയം ഇരുന്ന് 1 + 2 + 3 അങ്ങനെ കൂട്ടി ചെറിയ കുട്ടികളല്ലേ, കുറേ സമയം എടുക്കും എന്ന് വിചാരിച്ച സമയത്ത് സാറ് വർക്ക് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഗോസ് അതിൻ്റെ ആൻസർ പറഞ്ഞു, 5050 എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് 5050 എന്ന ആൻസർ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ആ ഗോസ് സാറിനോട് പറഞ്ഞ ആൻസറാണ്, രീതിയാണ്, മെത്തേഡാണിത്. എന്ത്? 2 സൈഡിൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെ പെയർ ചെയ്തു. പെയർ ചെയ്തപ്പോൾ 101 ആണ് വന്നത്. എല്ലാ പെയറിലും 101 ആണ്. മൊത്തം സമ്മ് എത്രയായിരിക്കും എന്നാണ് ഗോസ് പറഞ്ഞത്? സം ഓഫ് 100 നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു പെയർ സമ്മ്. പെയർ സമ്മ് എത്രയാണ്? 101. ഈ 101 എത്ര ടൈംസ് ഉണ്ട്? 50 പെയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ 50, അതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് 5050 എന്ന് ആൻസർ കിട്ടിയത് അല്ലേ? അപ്പൊ ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ തന്നെ ഗോസ് കണ്ടെത്തിയ ആ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. പെയർ സം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കുമെന്നും ആ പെയർ സമ്മിനെ നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൊത്തം ടേംസിന്റെയും സമ്മ് കാണാൻ സാധിക്കും. ഇത് നാച്ചുറൽ നമ്പേഴ്സിൽ മാത്രമല്ല, മറ്റേതൊരു അരിത്തമെറ്റിക് സീക്വൻസിലും ഇത് ശരിയാണ്. ക്ലിയർ? ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും, കോമൺ ഡിഫറൻസ് എത്ര വരുന്ന ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 സൈഡിൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ടേംസുകളെ പെയർ ചെയ്യാൻ സാധിക്കും. 2 ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരേ അകലത്തിലുള്ള സംഖ്യകളെ, ടേംസുകളെ, പദങ്ങളെ നമുക്ക് ജോഡികളാക്കി എഴുതാമെന്നും ആ ജോഡികളിലെ എല്ലാം തുക തുല്യമായിരിക്കും. ജോഡികളിലെ 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ആ 2 നമ്പേഴ്സ് കൂട്ടിക്കിട്ടുന്ന ആ സമ്മുണ്ടല്ലോ, തുക, ആ തുക എല്ലാ ജോഡികളിലും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം സമ്മ് കിട്ടാൻ ഒരു ജോഡിയിലെ പദങ്ങളുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. ക്ലിയർ? മൊത്തം പദങ്ങളുടെ തുക സമം ഒരു ജോഡിയിലെ പദങ്ങളുടെ തുക ഇൻറ്റു പദങ്ങളുടെ എണ്ണം കണ്ടാൽ മതി. ഇതാണ് ഇതിൽ പറയുന്ന ആശയം. ക്ലിയർ ആയില്ലേ? നോക്കൂ മക്കളെ, നമ്മൾ കഴിഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് 2 സൈഡിൽ നിന്നും ഒരേ അകലത്തിലുള്ള പദങ്ങളുടെ തുക തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്, കഴിഞ്ഞ ആശയം അല്ലേ? ഒരേ അകലത്തിലുള്ള പദങ്ങളുടെ തുക തുല്യമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ 2 സൈഡിൽ നിന്നും ഒരേ അകലത്തിലുള്ള പദങ്ങൾ കണ്ടെത്തുക? ഏതൊക്കെയാണെന്ന് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം? ക്ലിയർ? അതിന് ഒരു സൂത്രമുണ്ട്. നമുക്ക് 2 സൈഡിൽ നിന്നും ഒരേ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഒന്നാം പദം, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 10 എണ്ണമാണ്, ഇത് 10ാമനാണ് അല്ലേ? 1ാം പദവും 10ാം പദവുമാണ് നമ്മൾ ജോഡി ചേർക്കുക. 1ാം പദവും 10ാം പദവുമാണ് ജോഡി ചേർക്കുക. അപ്പൊ ആ ജോഡി, ആ പൊസിഷൻസ്, സ്ഥാനങ്ങളാണിത് അല്ലേ? ഇത് 1ാം പദം, ആ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 1. 23 എന്നത് 10ാം പദമാണ്, ആ പൊസിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 10. ഇതിന്റെ സം എത്രയാണ്? 1ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 11 അല്ലേ? ടേംസിന്റെ സമം 2ഉം 23 ആണ്. ടേംസ് 1ാമത്തെ പദം 2, 10ാമത്തെ പദം 23. 2ഉം 23ഉം കൂട്ടിയാൽ എത്രയാണ്? 25 ആണ് അല്ലേ? ക്ലിയർ? ഇനി അടുത്ത 2 ടേംസ് നോക്കാം. 2ാമനും 9ാമനുമാണ് ഒരേ ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ്. അതായത് 2ാമനും 9ാമനും എത്രയാണ് പൊസിഷന്റെ സമ്മ്? 11 ആണ് അല്ലേ? ടേംസുകൾ നോക്കാം. 2ാമത്തെ ടേം 5,
ഒമ്പതാമത്തെ ടേം 20. ഇതെത്രയാണ് സമം? 25. സെയിം തന്നെ അല്ലേ? ഇനി മൂന്നാമത്തെ പൊസിഷൻ നമ്പറാണ് എഴുതിയിരിക്കുന്നത്. പൊസിഷൻ മൂന്നാമത്തെയും അവിടുന്ന് എത്രാമനുമായിട്ടാണ് മൂന്നാം പദം എത്രാമനുമായിട്ടാണ് ജോഡി ചെയ്യുക? ഇവിടുന്ന് മൂന്നാമൻ. ക്ലിയർ? ഇവിടെ നിന്ന് എത്രാമനായിരിക്കും? 1, 2, 10, 9, 8. എട്ടാമനായിരിക്കും. ശരിയല്ലേ? മൂന്നാമൻ ജോഡി ചേരുന്നത് എട്ടാം പദത്തോടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ തുക 11 മൂന്നാമത്തെ പദം 8, എട്ടാമത്തെ പദം 17, തുക 25. ഇതിൽ നിന്ന് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. എന്താണ്? പൊസിഷൻസിന്റെ സമ്മ് ചെയ്യുവാണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസുകളുടെ സമ്മും ചെയ്യുമായിരിക്കും അല്ലേ? നമ്മൾ ഒരു ജോഡി എടുക്കുമ്പോൾ ആ ജോഡി ആക്കേണ്ടത് ഒന്നാമത്തെ ടേമും 10ാമത്തെ ടേമും ജോഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ചിന്തിക്കണം മൂന്നാമൻ ആരുമായിട്ടാണ് ജോഡി ചെയ്യുക, പെയറാകുക എന്ന്. തേർഡ് ടേം എത്രാമത്തെ ടേമുമായിട്ട് പെയറാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 11 ബാക്കി 8 ആണ്. 8th ടേമുമായിട്ടാണ് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ? അപ്പോഴാണ് ആ ടേംസുകൾ ആ പെയറിലുള്ള പെയർ സമ്മ് ചെയ്യുമായിരിക്കുള്ളൂ. പെയറിലുള്ള ടേംസിന്റെ ജോഡിയിലുള്ള പദങ്ങളുടെ തുക തുല്യമായിരിക്കുള്ളൂ. അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞ പോയിന്റ്? ഒന്നുകൂടി പറയാം. നമ്മൾ പറഞ്ഞു തരികയാണ്, നമുക്ക് ഇതിലെ ടേംസുകളുടെ പൊസിഷൻസിന്റെ സമ്മസിയുമായ ആ ജോഡികളിലെ പദങ്ങളുടെ തുകകളും തുല്യമായിരിക്കും. ജോഡികൾ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു ഐഡിയ കൂടി നിന്ന് കിട്ടും അല്ലേ? ഉദാഹരണത്തിന് ഏതോ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, അതിൽ 25 ടേംസ് ഉണ്ട്. 25 ടേംസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ടേം ഏതിനോടാണ് പെയറായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ മനസ്സിലാക്കും മക്കളെ? തേർഡ് ടേം ഏതിനോട് പെയർ ചെയ്യും? ആകെ മൊത്തം 25 ടേംസ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്നാമൻ 25നോടാണ് പെയറായിട്ടുണ്ടാവുക അല്ലേ? ഒന്നാമത്തെ സംഖ്യ 25ാമത്തെ സംഖ്യയുമായിട്ടാണ് ജോഡി ചേർന്നുണ്ടാവുക. അതായത് 1ഉം 25ഉം പൊസിഷൻസ്, സ്ഥാനങ്ങൾ 1, 25. 1ഉം 25ഉം 26 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 26 കിട്ടാൻ വേണ്ടി 3നോട് എത്ര ചേർക്കണം? 23 ചേർക്കണം. അപ്പൊ തേർഡും 23ും തമ്മിലാണ് പെയർ ജോഡിയായിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 25th ടേം ഈക്വൽ ടു സമ്മ്. അപ്പൊ ജോഡികളിലെ പദങ്ങളുടെ തുക. ഫസ്റ്റ് ടേം ആ സംഖ്യ, ഫസ്റ്റ് ആയ ടേമിന്റെ ആ ടേം, ഒന്നാം പദം പ്ലസ് 25ാം പദം സമം മൂന്നാം പദം പ്ലസ് 23ാമത്തെ പദം. ക്ലിയർ? അപ്പൊ ആ പൊസിഷൻസ് കിട്ടാൻ നമുക്ക് എളുപ്പമാർഗമാണിത്. മനസ്സിലായില്ലേ? അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. വർക്ക്ഷീറ്റ് 8ലെയും വർക്ക്ഷീറ്റ് 9ലെയും കൺസെപ്റ്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ആശയങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് 2 വർക്ക്ഷീറ്റിലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് 8ഉം 9ഉം വർക്ക്ഷീറ്റിലെ പ്രോബ്ലംസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നോക്കൂ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് റൈറ്റിൽ എഴുതി നോക്കാം. 5th ടേം 24 ആണ് തന്നത്. നമ്പർ ഓഫ് ടേംസ് 9 ടേംസിന്റെ സമ്മ് എത്ര എന്നാണ് ചോദ്യം. സമ്മ് കാണലാണ് നമ്മുടെ ആവശ്യം. ക്ലിയർ? നമ്പർ ഓഫ് ടേംസ് 9 ആണെന്നും സം ഓഫ് ടേംസ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? നമ്പർ ഓഫ് ടേംസ് 9 ആണ് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആ നമ്പർ ഓഫ് ടേംസിന്റെ പ്രത്യേകത എന്താണ്? നമ്പർ ഓഫ് ടേംസ് എന്താണ്? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയാണെങ്കിൽ മധ്യപദം കാണാലോ അല്ലേ? അപ്പൊ എങ്ങനെയാണ് തുക കാണാനുള്ള സൂത്രം? എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ സമ്മ് കാണാനുള്ള മാർഗം, തുക കാണാനുള്ള മാർഗം എന്താണ്? സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് ടേംസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും മധ്യപദം? 9 ടേംസ് ആണുള്ളതെങ്കിൽ അതിൽ എത്രാമനായിരിക്കും മധ്യത്തിലുള്ളത്? ഞാൻ പറഞ്ഞിരുന്നു 9 + 1 10. 10ന്റെ ഹാഫ് 5. അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത്, മധ്യപദം എന്ന് പറയുന്നത് 5th 5ാം പദമാണ്. 5th ടേമാണ് മധ്യത്തിലുള്ളത്. നമ്പർ ഓഫ് ടേംസ് 9 ആണ്. ക്ലിയർ? അപ്പൊ ഇതിൽ 5th ടേം തന്നിട്ടില്ലേ നോക്കാം. 24 എന്ന് തന്നിട്ടുണ്ട്. 24 മൾട്ടിപ്ലൈഡ് വിത്ത് 9 എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്താൽ വരിക?
എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്താൽ 216 എന്ന് വരും അല്ലേ? ശരിയല്ലേ? 29 180 9 4 36, അതായത് 216. ശരിയല്ലേ? തുക കാണാൻ ഒരു പദമേ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ എണ്ണം ശ്രദ്ധിക്കുക. കാരണം ഒരു പദം വെച്ച് നമുക്ക് തുക കാണാൻ പറ്റുന്നത് അത് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം യൂസ് ചെയ്യലാവാം. നെക്സ്റ്റ് ബി പാർട്ട് എന്താണെന്ന് നോക്കൂ. ഇഫ് each term is increased by 1, then what is the sum of first 9 terms എന്നാണ്. കഴിഞ്ഞ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓരോ ടേമും ഓരോ പദവും ഒന്ന് വീതം വർദ്ധിച്ചാൽ പുതിയ ഒരു 9 ടേംസ് ഉണ്ടായിരിക്കുമല്ലോ. ആ 9 ടേംസിന്റെ സമ്മ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഇവിടെ വളരെ എളുപ്പമാണ്. നമുക്ക് പിന്നെ മധ്യപദത്തിന്റെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. മുൻപ് നമ്മൾ ആദ്യത്തെ 9 എണ്ണത്തിന്റെ തുക 216 എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇനി നോക്കൂ, ഓരോ പദത്തിലും ഒന്ന് വീതം കൂടി. അങ്ങനെയാണെങ്കിൽ 9 പദത്തിലും കൂടി ആകെ എത്ര കൂടിയിട്ടുണ്ടാവും? ഫസ്റ്റ് ടേമിലും 1 കൂടി, സെക്കൻഡ് ടേമിലും 1 വർദ്ധിച്ചു, അങ്ങനെ 9th ടേമിലും 1 വർദ്ധിച്ചു. ആകെ 9 കൂടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആദ്യത്തെ സമ്മിനോട് 9 കൂട്ടിയാൽ ആൻസർ കിട്ടും. സിമ്പിളാണ്, 225 എന്ന് ചെയ്താൽ മതി. ക്ലിയർ? ഇനി അല്ല, നിങ്ങൾക്ക് അത് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 5th ടേം ഇൻക്രീസ്, ആദ്യത്തെ 5th ടേം എത്രയാണ് തന്നിട്ടുണ്ട്? ആദ്യത്തെ 5th ടേം 24 ആണ്. അപ്പോൾ കൂടിയപ്പോൾ 25 ആയിട്ടുണ്ടാവും. 25 × 9 ചെയ്താലും എന്ത് തന്നെ കിട്ടും? 225 എന്ന് കിട്ടും. ക്ലിയർ? അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോന്നിലും 1 വീതം കൂടിയാൽ 9 എണ്ണത്തിലും കൂടി ആകെ കൂടിയത് 9. ആദ്യത്തെ തുക 216, കൂടിയത് 9 കൂടിയായാൽ 225. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഒരു 5 ആൻസേഴ്സ് തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ഇതിലേതാണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 10th term of an arithmetic sequence is 100. The sum of first 19 terms is. 10ാം പദം 100 ആണെങ്കിൽ ആദ്യത്തെ 19 പദങ്ങളുടെ തുക കാണുക. തുക എത്ര എന്നാണ് അറിയേണ്ടത്. 10ാം പദം എത്രയാണ്? 100, 100 ആണ്. ആദ്യത്തെ 19 പദങ്ങളുടെ തുക 19. ഒരു പദം മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ എണ്ണം ശ്രദ്ധിക്കണം. എണ്ണം എത്രയാണ്? 19 ആണ്. അതൊറ്റ സംഖ്യയാണ്. ഉടനെ നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ട്. സം കാണാനുള്ള സൂത്രം എന്താണ്? സം എങ്ങനെ കിട്ടും? എങ്ങനെയാണ് കിട്ടുക? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ശരിയല്ലേ? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. എത്രാമത്തെ ആയിരിക്കും മധ്യത്തില്? 19 എണ്ണത്തിൽ മധ്യത്തിലുള്ളത് ഏതാണ്? 19 എണ്ണത്തിൽ മധ്യത്തിൽ എന്ന് പറയുന്നത് 20ന്റെ പകുതി, അതായത് 10ാമൻ. 10th ടേം 10ാം പദം. 10 എന്ന നമ്പർ അല്ല മധ്യത്തിൽ, 10ാം പദമാണ് അല്ലേ? 10th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 19. അതായത് 10th എത്രയാണ് തന്നിട്ടുണ്ട്? 10ാമൻ 100 ആണ്. 100 × 19 അത് എത്രയാണ്? 1900 അല്ലേ? 1900 ഈ ഓപ്ഷനിലുണ്ട് നോക്കുക. ഉണ്ടല്ലോ, തേർഡ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് തേർഡ് ആണ് ഇതിന്റെ ആൻസർ എന്ന് മനസ്സിലായി. അതായത് ക്വസ്റ്റ്യൻ നമ്പർ എയുടെ ആൻസർ ഏതാണ്? തേർഡ് ആണ് എന്ന് എഴുതി വെക്കണം. സ്റ്റേറ്റ്മെന്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പുകൾ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, എ പാർട്ടിന്റെ ആൻസർ തേർഡ് ഓപ്ഷൻ ആണ് എന്ന് നമുക്ക് കിട്ടും. ബി പാർട്ട് നോക്കൂ. Common difference of an arithmetic sequence is 5. Third term is 0. Sum of first 9 terms is എന്നാണ് ചോദ്യം. 9 ടേംസിന്റെ സം ആണ് കാണേണ്ടത്. 9 ടേംസിന്റെ സം ആണ്. നമുക്കറിയാം ഓഡ് നമ്പർ ആണ് 9. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്താണ് സം കാണാനുള്ള ഫോർമുല? സം കാണാനുള്ള ഫോർമുല 9 ടേംസിന്റെ സം ആണ്. 9 ടേംസിലെ എത്രാമത്തെയാണ് മിഡിൽ ടേം? 9നോട് 1 കൂട്ടുക, 10. 10ന്റെ പകുതി 5 അല്ലേ? അതായത് 5ാം പദം 5th ടേമിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5th ടേമിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്പർ ഓഫ് ടേംസ് കൊണ്ട്. അതായത് 9 ടേംസ് ആണുള്ളത്, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയാണ് ചിന്തിക്കേണ്ടത്, 5th ടേം ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, 5th ടേം തന്നിട്ടില്ല. അതിന് പകരം തേർഡ് ടേം. അപ്പൊ കേൾക്കുമ്പോഴേക്കും ഈ 0 കൊണ്ട് 9നെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ?
തന്നിരിക്കുന്നത് മിഡിൽ ടേം ആണോ എന്ന് ശ്രദ്ധിക്കണം. തേർഡ് ടേം 9 എണ്ണത്തിൽ മധ്യത്തിലല്ല. ക്ലിയർ? അപ്പോൾ തേർഡ് ടേമിൽ നിന്ന് നമുക്ക് ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഫിഫ്ത്ത് ടേം കാണാനുള്ള മാർഗം? ഫിഫ്ത്ത് ടേം കാണാനുള്ള മാർഗം തേർഡിൽ നിന്ന് തേർഡിൽ നിന്ന് എന്ത് ചെയ്യണം? തേർഡ് ടേമിനോട് മൂന്നാം പദത്തോട് എന്ത് ചെയ്താൽ അഞ്ചാം പദം കിട്ടും? മൂന്നാം പദം തമ്മിൽ പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം 5 - 3 2 അല്ലേ? 2 കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും അല്ലേ? 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും. തേർഡ് ടേമിനോട് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫിഫ്ത്ത് ടേമിലേക്ക് എത്തുക. അഞ്ചാം പദം കിട്ടുന്നതിന് മൂന്നാം പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം 0 ആണ്. 0നോട് കൂടി 2 കോമൺ ഡിഫറൻസ് 2 കോമൺ ഡിഫറൻസ് 5 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ട്? 5 ആണ് എന്നതിന്റെ 2 5s ആഡ് ചെയ്യണം. അതായത് 10 എന്ന് വരും. ഫിഫ്ത്ത് ടേം 10 ആണ്. ആ 10 കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവിടെ ഫിഫ്ത്ത് ടേമിന് പകരം 10 × 9 അതായത് 90 എന്ന ആൻസർ വരും. സം ഓഫ് 9 ടേംസ് ഈക്വൽ ടു 90. ഇതിൽ ആൻസർ ഉണ്ടോ നോക്കുക. അതാ ഫോർത്ത് ആണ്. ക്ലിയർ? അപ്പോൾ സെക്കൻഡ് ബി പാർട്ടിന്റെ ആൻസർ എത്രാമത്തെയാണ്? ഫോർത്ത് ആണ് എന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒരു ചതി പറ്റാൻ പാടില്ല. നിങ്ങൾ പെട്ടെന്ന് തേർഡ് ടേം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേംസും തന്നിട്ടുണ്ട്, ഒരു ടേമും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേംസും തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് ചിന്തിക്കരുത്. തന്നിരിക്കുന്നത് മിഡിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ? നമ്പർ ഓഫ് ടേംസ് 9 ആണെങ്കിൽ മിഡിൽ ടേം ഫിഫ്ത്ത് ടേം ആയിരിക്കും. അഞ്ചാം പദം ആയിരിക്കും. അഞ്ചാം പദം ഇൻറ്റു 9 ആണ് വേണ്ടത്. നോക്കൂ മക്കളെ, നെക്സ്റ്റ് സി പാർട്ട് നോക്കൂ. സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് of an arithmetic sequence is 272. The ninth term is. Ninth term എത്ര എന്നാണ് ചോദ്യം. Ninth term കാണണം എന്നുള്ളതാണ്. Ninth term നമ്മുടെ കയ്യിലുള്ളത് ഒരു സം മാത്രമാണ്. സം എത്ര? നയൻത്ത് ടേം മിഡിൽ വരണമെങ്കിൽ സമ്മ് എത്ര എണ്ണത്തിന്റെ സമ്മ് നമ്മുടെ കയ്യിലുണ്ടാവണം? നയൻത്ത് ടേം മിഡിൽ വരണമെങ്കിൽ എത്ര എണ്ണത്തിന്റെ സമ്മ് നമുക്ക് ഉണ്ടായിരിക്കണം? എത്ര എണ്ണത്തിന്റെ സമ്മ് ആലോചിച്ച് നോക്കൂ. 9 ഡബിള് 18 ഒരെണ്ണം കുറയ്ക്കണം. 17 ഉണ്ടെങ്കിലല്ലേ ഒന്ന് കൂട്ടി പകുതി കാണുമ്പോൾ 9 കിട്ടുള്ളൂ. ക്ലിയർ? 9th ടേം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണത്തിന്റെ മിഡിലാണ് 9 എന്ന് കണ്ടുപിടിക്കാൻ 9 ഡബിൾ എടുക്കുക. 18 നിന്ന് ഒന്ന് കുറയ്ക്കുക. ക്ലിയർ? അപ്പോൾ 17. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കൂട്ടി ഹാഫ് കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ? ഇവിടെ ഡബിൾ എടുക്കുക, ഹാഫ് എടുക്കണേന് പകരം ഇവിടെ ഡബിൾ എടുക്കുക, ഒന്ന് കുറയ്ക്കുക. അതായത് 18 - 1 17 ടേംസിന്റെ സമ്മാണോ തന്നത് എന്ന് ശ്രദ്ധിക്കണം. 17 ടേംസിന്റെ കണ്ടോ, 17 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമ്മാണത് 272. അപ്പൊ ചിന്തിക്കേണ്ടത് സമ്മ് തന്നിരിക്കുന്നത് ഇത് മിഡിൽ ടേം ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ടേംസിന്റെ സമ്മാൺ ആണോ എന്ന് നോക്കണം. ഇനി നമുക്ക് 9th ടേം വളരെ സിമ്പിൾ ആണ്. സം എന്ന് പറയുന്നത് എങ്ങനെ കാണാം? സം എന്ന് പറയുന്നത് 9th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് 17 ആണ്. ക്ലിയർ? ഇത് സം 272 ആണ്. 9th ഇൻറ്റു 17 അതായത് 9th ടേം ഈക്വൽ ടു എന്താണ്? 272 ഡിവൈഡഡ് ബൈ 17 എന്ന് വരും. മനസ്സിലായില്ലേ? 272നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് എത്ര വരും? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ. ഇത് എത്രയാണ് വരിക? ഡിവൈഡ് ചെയ്താൽ 16 എന്ന് വരില്ല. നമുക്ക് തന്നിരിക്കുന്നത് 17 ടേംസിന്റെ സമ്മാണ്. 17 ടേംസിന്റെ സമ്മിൽ നിന്ന് ഉടനെ അതിന്റെ മിഡിൽ ടേം 9th ടേം കണ്ടുപിടിക്കാം. എങ്ങനെ? 17th ടേമിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അതാണ് ഇതിന്റെ മാർഗം. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ വരുന്നത്. സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഓർ മിഡിൽ ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ക്ലിയർ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ നമുക്ക് മധ്യപദം കിട്ടും. തുക ബൈ പദങ്ങളുടെ എണ്ണം. മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണം. അത് തന്നെയാണ് തിരിച്ച് നമ്മൾ പറഞ്ഞത്. തുക സമം മധ്യപദം ഇൻറ്റു എണ്ണം, മധ്യപദം സമം തുക ബൈ എണ്ണം. ഏത് രീതിയിലും ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചേർത്താലും മതി. അങ്ങനെ നമുക്ക് ഈ ഒരു
സെക്ഷനിൽ നമ്മൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാൻ സാധ്യത. ഫസ്റ്റ് മിഡിൽ ടേമും നമ്പർ ഓഫ് ടേംസും തന്നു കഴിഞ്ഞാൽ സമ്മ് കാണുക, അല്ലേ? മധ്യപദവും പദങ്ങളുടെ എണ്ണവും തന്നു കഴിഞ്ഞാൽ തുക കാണുക. രണ്ടാമത്തേത് തുകയും നമ്പർ ഓഫ് ടേംസും തന്നു കഴിഞ്ഞാൽ, എണ്ണവും തുകയും തന്നു കഴിഞ്ഞാൽ മധ്യപദം കാണുക, മിഡിൽ ടേം കണ്ടുപിടിക്കുക. മൂന്നാമത്തേത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി തന്നത് മധ്യപദം തന്നെയാണോ, അല്ലെങ്കിൽ അത്രയും പദങ്ങളുടെ അത് മധ്യപദമായി വരുന്ന പദങ്ങളുടെ തുകയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അതിൽ ചേർക്കാൻ പാടുള്ളൂ, വില ചേർക്കാൻ പാടുള്ളൂ. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ബി ക്വസ്റ്റ്യൻ തന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. The sum of first 9 terms of an arithmetic sequence is 144 എന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? And the sum of next 6 terms is 231. അതിലെ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ഡിഫറൻസോ വേറൊരു ടേമോ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നിട്ടില്ല, സമ്മ് മാത്രമാണ് തന്നെങ്കിൽ ഫിഫ്ത്ത് ടേം കാണാൻ നമുക്ക് ഒരു മാർഗമുണ്ട്. ഫിഫ്ത്ത് ടേം മിഡിലായിട്ട് വരണമെങ്കിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കണം? ഇവിടെ തന്നിരിക്കുന്നത് 9 ടേംസിന്റെ സമ്മാണ്. 9 ടേംസിന്റെ സമ്മിൽ 9 ടേംസിൽ ഫിഫ്ത്ത് അല്ലേ മിഡിൽ വരിക, കാരണം 10ന്റെ ഹാഫ് 5 ആണ്, അല്ലേ? അപ്പൊ അതായത് സം ഓഫ് 9 ടേംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, or middle term equal to sum by number of terms. Clear? Middle term equal to sum divided by number of terms. ഇവിടെ നമുക്ക് മിഡിൽ ടേം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം ആണ്. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു നമുക്ക് പറയാൻ സാധിക്കുന്നത് സം ഓഫ് 9 ടേംസ്. സം ഓഫ് 9 ടേംസ് എത്ര എണ്ണത്തിന്റെങ്കിലും സമ്മ് പോരാ, 9 ടേംസിന്റെ സമ്മ് തന്നെ വേണം. 5ന്റെ ഡബിൾ 10, 10ൽ നിന്ന് ഒന്ന് കുറയ്ക്കുക 9. 9 ടേംസിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ the number of terms. Number of terms 9. Sum of 9 terms by 9. അതായത് എത്രയാണ് 9 ടേംസിന്റെ സമ്മ്? 144 by 9 കിട്ടും. ഇത് എത്രയാണ്? 9 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 14ൽ 9 1 ടൈം, ബാക്കി 5, 54ൽ 9, 54ൽ 9 എത്ര തവണ? 6 തവണ, അല്ലേ? അതായത് 16 എന്ന് കിട്ടും. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 16 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ടത്. നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ടത് നോക്കി പകർത്തി ആരും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം എനിക്ക് തരാൻ പറ്റുന്നില്ല. നിങ്ങളത് സ്വയം വീഡിയോ പോസ് ചെയ്ത് നിങ്ങളത് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ചിന്തിച്ച് അതിൻ്റെ ആൻസർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് 8th ടേം ആണ്. നമ്മൾ 5th ടേം 16 ആണ് എന്ന് കണ്ടു കഴിഞ്ഞു, അല്ലേ? ഇനി 8th ടേം എത്ര ആയെന്നാണ് ചോദ്യം. 8th ടേം കാണണമെങ്കിൽ, 8th ടേം മിഡിലായിട്ട് വരണമെങ്കിൽ എത്ര എണ്ണത്തിന്റെ സം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? 8th ടേം മധ്യത്തിൽ വരണമെങ്കിൽ എത്ര എണ്ണത്തിലാണ് 8ാമൻ മധ്യത്തിൽ വരിക? 8ന്റെ ഇരട്ടി 16, 16ൽ നിന്ന് കുറയ്ക്കുക 15. അതായത് 15 പദങ്ങളിൽ മധ്യത്തിലാണ് 8ാം പദം. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് സം ഓഫ് 15 ടേംസ്, അല്ലേ? 15 പദങ്ങളുടെ തുക നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സം ഓഫ് 15 ടേംസ് ഉണ്ടായിരിക്കണം. സം ഓഫ് 15 ടേംസ് എത്രയാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ 15 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. സം ഓഫ് 15 ടേംസ് എത്രയാണ്? നമുക്ക് ചോദ്യത്തിൽ തന്നത് എന്താണ് നോക്കുക. 9 ടേംസിന്റെ സമ്മ് 144 ആണ്. ഫസ്റ്റ് 9 ടേംസിന്റെ സമ്മ് 144 ആണ്. നെക്സ്റ്റ് 6 ടേംസിന്റെ, അല്ലേ? നെക്സ്റ്റ് 6 ടേംസിന്റെ 6 എണ്ണം ഉണ്ട്. ഇതിന്റെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 231 ആണ് തന്നിട്ടുണ്ട്. ഇപ്പൊ മൊത്തം എത്ര ടേം ആയിട്ടുണ്ടാവും? 9 + 6 15 ടേംസ് ആയിട്ടുണ്ടാവും. അപ്പൊ 15 ടേംസിന്റെ സമ്മ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 9 പദങ്ങളുടെ തുക 144, അടുത്ത 6 പദങ്ങളുടെ തുക 231. അങ്ങനെയാണെങ്കിൽ മൊത്തം 15 പദങ്ങളുടെ തുക കിട്ടാൻ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ? അതായത് 144 എത്രയും കൂടി കൂട്ടണം? 231 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 375 കിട്ടും, അല്ലേ?
അപ്പോൾ സം ഓഫ് 15 ടേംസ് ഈക്വൽ ടു 144 പ്ലസ് 231, അതായത് 375 എന്ന് കിട്ടും. 15 പദങ്ങളുടെ തുക കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 15ൽ മധ്യത്തിൽ വരുന്നത് എത്രാമനാണ്? 8th ടേം ആണ് അല്ലേ? 15ൽ മധ്യത്തിൽ 15 അതാണ് കുട്ടികൾക്ക് ക്ലാസ്സിൽ മിക്ക കുട്ടികൾക്കും തെറ്റിക്കുന്നത്. മധ്യപദം എത്രാമനാണ് എന്നറിയാനും എത്ര പദങ്ങളുടെ മധ്യ ആണ് എന്നറിയാനുമാണ്. പദങ്ങളുടെ എണ്ണവുമാണ് പരസ്പരം തെറ്റിപ്പോകാറുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളത് നിങ്ങളുടേതായ എന്തെങ്കിലും ലോജിക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് പോലെ തന്നെ കണ്ടുപിടിക്കണം നിർബന്ധം. 15 പദങ്ങളിൽ മധ്യപദം കാണാൻ ഒന്നുകൂട്ടി പകുതി കാണാം. എണ്ണം കാണുന്നതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇരട്ടി കണ്ട് ഒന്ന് കുറയ്ക്കാം. നമ്മൾ റിവേഴ്സ് പ്രോസസ്സ് നമ്മൾ പഠിച്ചതാണത്. 8ാം ക്ലാസ്സിൽ 8ലും 7ലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് പോകുമ്പോൾ ചെയ്ത ക്രിയയെ നേരെ ഓപ്പോസിറ്റ് വിപരീത ക്രിയ ആണ് ചെയ്യാറ്. ശരിയല്ലേ? ആദ്യം സോക്സ് ഇട്ട് ചെരുപ്പിടും, പിന്നെ അത് ഉരുവിക്കുമ്പോൾ ആദ്യം ചെരുപ്പ് ഊരും, പിന്നെ സോക്സ് ഊരും. ക്ലിയർ? റിവേഴ്സ് ആണ് ചെയ്യുക. നോക്കൂ, മധ്യപദം കാണാൻ 15 എണ്ണത്തിൽ എത്രാമനാണ് മധ്യപദം എന്ന് കാണാൻ 15നോട് ഒന്നുകൂട്ടി പകുതി കണ്ടു, അപ്പോൾ 8 കിട്ടി അല്ലേ? തിരിച്ച് ഇത് 15 എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 8നെ ബൈ 2 ചെയ്തത് 8നെ 2 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് ഇവിടെ +1 എന്നതിന് പകരം -1 ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. There are 20 terms in an arithmetic sequence. Sum of first and the last term is 67. What is the sum of second and 19th term എന്നാണ് ചോദ്യം. സമ്മുമായി ബന്ധപ്പെട്ടതാണ്. നമ്പർ ഓഫ് ടേംസിനെ ഉടനെ ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 20 ആണ് അല്ലേ? ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിൽ നമ്മൾ എന്താ പഠിച്ചത്? പൊസിഷൻസിന്റെ സമ്മ് സെയിമായി ആണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസിന്റെ സമ്മും സെയിം ആയിരിക്കും എന്നാണ് ഈവൻ നമ്പേഴ്സിൽ പഠിച്ചത് അല്ലേ? പെയറാക്കാൻ സാധിക്കും എന്നും ഈക്വിഡിസ്റ്റന്റ് ടേംസിനെ പെയറാക്കാൻ സാധിക്കും. ഈക്വിഡിസ്റ്റന്റ് ടേംസ് എങ്ങനെ കണ്ടെത്തും? പൊസിഷൻസിന്റെ സമ്മ് നോക്കിയാൽ മതി. പൊസിഷൻസിന്റെ സമ്മ് സെയിം ആണെങ്കിൽ ടേംസിന്റെ സമ്മും ആ പൊസിഷനുകളിലുള്ള ടേംസിന്റെ സമ്മും സെയിം ആയിരിക്കും എന്നൊരു ആശയമാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നോക്കൂ, 20 ടേംസ് ആണ്. 20 ടേംസ് ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷനും പിന്നെ ഏതാണ്? നെക്സ്റ്റ് ലാസ്റ്റ് പൊസിഷൻ ഏതാണ്? 20 ആണ്. പൊസിഷൻസിന്റെ സമ്മ് 1 + 20 21 ആണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും ഫസ്റ്റ് ലാസ്റ്റുമായിട്ടാവും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പെയർ ആവുന്നത് ലാസ്റ്റ് ടേമിനാണ്. ലാസ്റ്റ് ടേം 20 ആണ്. ശരിയല്ലേ? അപ്പോൾ പൊസിഷൻസിന്റെ സമ്മ് 21 ആണ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡും 19ന്റെയും, അതായത് പൊസിഷൻ 2ഉം 19ഉം, ഇത് രണ്ടും കൂടി ആ പൊസിഷന്റെ സമ്മ് എത്രയാണ്? ഈ 21 തന്നെയല്ലേ? ഈ 21 തന്നെയല്ലേ? അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇതിലുള്ള ടേംസിന്റെ സമ്മ് തന്നെയാണ് ഈ പൊസിഷനിലുള്ള ടേംസിന്റെ സമ്മ്. ക്ലിയർ അല്ലേ? ഇതിലുള്ള ടേംസിന്റെ സമ്മ് എത്രയാണ് തന്നിട്ടുണ്ട്? 67 ആണ് എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഉറപ്പായും ഈ ടേംസിന്റെയും ഈ പൊസിഷനിലുള്ള ടേംസിന്റെയും, അതായത് സെക്കൻഡ് ടേം പ്ലസ് 19th ടേം അല്ലേ, അവിടെ ഏത് നമ്പറും ആയിക്കോട്ടെ, ഈ രണ്ട് ടേമും തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 67 ആണ് കിട്ടുക എന്നുള്ളൊരു ഐഡിയ ഉറപ്പിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ പെയർ ആക്കാൻ സാധിക്കുമെന്നും ആ പെയർ ആക്കുന്ന നമ്പേഴ്സ് പൊസിഷൻസിന്റെ സമ്മ് സെയിം വരുന്ന ആ ടേംസുകളെയാണ് നമ്മൾ പെയർ ആക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആ പെയറിലുള്ള ടേംസുകളുടെ സമ്മും സെയിം ആയിരിക്കും. നെക്സ്റ്റ് ബി പാർട്ട് പറയുന്നത് നോക്കൂ. ഇഫ് ദ 10th ടേം ഈസ് 32, വാട്ട് ഈസ് ദ 11th ടേം എന്നാണ്. എത്ര ടേമിന്റെ മൊത്തം? ടോട്ടൽ 20 ടേംസ് ആണ്. ആ 20 ടേംസിൽ 10th ടേം 32 ആണ്. 11th ടേം എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? എങ്ങനെ നമുക്ക് എങ്ങനെ കാണാം? ടോട്ടൽ 20 ടേംസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റും 20യും കൂടി കൂട്ടിയാൽ 21 ആണ് പൊസിഷന്റെ സമ്മ്. എങ്കിൽ 10th ടേമിനോട് പെയർ ആയിരിക്കുന്നത് ഏത് ടേം ആയിരിക്കണം? പൊസിഷന്റെ സമ്മ് സെയിം ആയിരിക്കും അല്ലേ? അപ്പൊ 10th ടേമിനോട് പെയർ ആയിരിക്കുന്നത് 11th ടേം ആയിരിക്കണം. ഉറപ്പല്ലേ? ജോഡി ചേർന്നിരിക്കുന്നത് 11th ടേം ആയിരിക്കണം. 10ാം പദത്തോട് ജോഡി ചേർന്നിരിക്കുന്നത് 11ാം പദമായിരിക്കണം.
എന്നാലല്ലേ ഈ 21 സം ഓഫ് പൊസിഷൻസ് അല്ലേ സ്ഥാനങ്ങളുടെ തുക തുല്യമായിരിക്കണ്ടേ? എങ്കിൽ 11th ടേം ആയിരിക്കണം. 10th ടേമും 11th ടേമും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11th ടേമും ആഡ് ചെയ്താൽ നമുക്ക് ആ സമ്മ് സെയിം ആയിരിക്കും അല്ലേ? ഫസ്റ്റും 20യും ആഡ് ചെയ്താൽ തന്നെ ഇതായിരിക്കും. അത് 67 ആണ് എന്ന് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ്. ക്ലിയർ? എങ്കിൽ 10th എത്രയാണെന്ന് തന്നിട്ട് 32 ആണ്. എങ്കിൽ 11th എത്രയായിരിക്കും? 32നോട് എത്ര ആഡ് ചെയ്താലാണ് 67 കിട്ടുക? 35 അല്ലേ? എങ്കിൽ 11th ടേം ഏതായിരിക്കണം? 35 ആയിരിക്കണം. അതാണ് ചോദ്യം. 11th ടേം ഏതാണ് എന്നാണ് ചോദ്യം. 11th ടേം ഈക്വൽ ടു 35 എന്ന് ആൻസർ വരും. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതേ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 35 എന്ന് കിട്ടണം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് എന്നതാണ്. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക? തൊട്ടടുത്ത ടേംസ് അറിഞ്ഞുവെങ്കിൽ വളരെ സിമ്പിൾ ആണ് അല്ലേ? ശരിയല്ലേ? എന്താണ് ഇവിടെ നമുക്ക് അറിയുന്നത്? 10th ടേം 32 എന്നറിയാം, 11th ടേം 35 ആണെന്നും കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു അത് കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ്? 35ൽ നിന്ന് 11th ടേമിൽ 10th ടേം കുറയ്ക്കുക. എങ്കിൽ കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10 etc. വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം? 13th ടേം കാണാൻ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് 13th ടേം? ഇവിടെ സം അല്ല തന്നിരിക്കുന്നത്, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 4, 7, 10 etc. എന്താണ് ഇതിന് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? പറയൂ. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്താണ്? 7 - 4 അല്ലേ? 3 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 3 ആണ്. നമുക്ക് 13th ടേം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നോ അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേർഡ് ടേം വരെ അവർ തന്നതാണ്. തേർഡ് ടേമിനോട് എന്ത് ആഡ് ചെയ്താൽ നമുക്ക് 13th ടേമിൽ എത്ര ചേഞ്ച് ഉണ്ട്? തേർഡ് ടേമിൽ നിന്ന് 13th ടേമിലേക്ക് എത്ര ചേഞ്ച് ഉണ്ട്? പൊസിഷൻ 13 - 3 കോമൺ ഡിഫറൻസ് അല്ലേ? തേർഡ് ടേമിനോട് കൂടി 13 - 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് തേർഡ് ടേം എന്ന് പറയുന്നത് 10 ആണ്. 10നോട് 10 കോമൺ ഡിഫറൻസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ് 10 × 3 അതായത് നമുക്ക് കിട്ടുക 40 എന്ന ആൻസർ കിട്ടും. 13 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് നമ്മുടെ ശ്രദ്ധയിൽ മുമ്പ് പെട്ടത് നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്നാണ് അല്ലേ? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 25 എന്നുള്ളതാണ്. നമ്പർ ഓഫ് ടേംസ് 25. അപ്പോഴേക്കും നമ്മൾ ചിന്തിച്ചു അതൊരു ഓഡ് നമ്പർ ആണല്ലോ, അതിൽ മിഡിൽ ടേം ഉണ്ടായിരിക്കും അല്ലേ? 25ൽ എത്രാമത്തേതാണ് മിഡിൽ ടേം എന്നാണ് പിന്നെ ചിന്തിച്ചത് അല്ലേ? 25ൽ എത്രാമത്തേതാണ് മിഡിൽ ടേം? എങ്ങനെ ചെയ്യും? 25നോട് 1 കൂട്ടാം, അതിന്റെ ഹാഫ് കാണാം. അതായത് 26ന്റെ ഹാഫ് 13. 13th ടേം ആണ്. 13 അല്ല കേട്ടോ മിഡിൽ. 13th 13ാം സ്ഥാനത്ത് ഏതോ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയാണ്. ഏതാണ് ആ സംഖ്യ? അത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. 13th ടേം 40 എന്ന് നമ്മൾ സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ഓഫ് 25 ടേംസ് എങ്ങനെ കിട്ടും? സം ഓഫ് 25 ടേംസ് ഈക്വൽ ടു നമ്മുടെ സൂത്രം എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ശരിയല്ലേ? മിഡിൽ ടേം അതായത് 13th ടേമിനെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 13th ടേം അതിനെ എണ്ണം കൊണ്ട് പദങ്ങളുടെ എണ്ണം 25 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം അല്ലേ? 13ാം പദം എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്? 40 × 25. അതായത് എത്ര കിട്ടും? 1000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഇതിൽ തന്നെ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 8, 14, 20 etc. എന്നാണ്. നന്നായി ശ്രദ്ധിക്കുക. അതിനെ ഈ അരിത്മെറ്റിക് സീക്വൻസിനെ ശ്രദ്ധിക്കുക. 8, 14, 20 തുടങ്ങിയ സമാന്തര ശ്രേണിയാണ് അല്ലേ? മുമ്പുണ്ടായിരുന്ന സമാന്തര ശ്രേണി ഏതാണ്? 4, 7, 10 etc. ഇപ്പോഴത് എന്താണ്?
8, 14, 20 എക്സെട്ര. ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്താണ് ഇതിലെ ടേംസ് തമ്മിലുള്ള ബന്ധം? എന്താണ് റിലേഷൻ? നന്നായി ചിന്തിച്ച് നോക്കൂ. 4, 7, 10 എക്സെട്ര. ഇതിലാണെങ്കിൽ 8, 14, 20 എക്സെട്ര. ഇതിലെ ടേംസുകൾ തമ്മിൽ ഫസ്റ്റ് ടേം 4, ഇവിടെ 8. സെക്കൻഡ് ടേം ഇവിടെ 7, ഇവിടെ 14. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് റിലേഷൻ? ഇതിലെല്ലാ ടേംസിനെയും ഡബിൾ ചെയ്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇതിലെ ടേംസ് കിട്ടിയത്. ഇതിലെ ഒന്നാമത്തെ 4നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 കിട്ടി. ഇതിലെ ഒന്നാമതും കിട്ടി അല്ലേ? എല്ലാ ടേംസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് സെക്കൻഡ് കിട്ടിയത്, സെക്കൻഡ് സീക്വൻസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സീക്വൻസിലെ 20 ടേംസിന്റെ സമ്മ് 1000 ആണെന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ സീക്വൻസ് 8 പ്ലസ് 14 പ്ലസ് 20 പ്ലസ് എക്സെട്ര, അങ്ങനെ 20 ടേംസ് ആണ്. ഇത് എത്ര എന്നാണ് ചോദ്യം. ശരിയല്ലേ? നമുക്ക് ഇതിനെ എല്ലാതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ, അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. 8നെ 2 കൊണ്ട് 4 പ്ലസ് 7 2 ടൈംസ് ആണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 മൾട്ടിപ്ലൈഡ് വിത്ത് ഇതിന്റെ സമ്മ എത്രയാണ്? 2 ഗുണം എത്രയാണ് ഇതിന്റെ സമ്മ? 1000 അല്ലേ? അപ്പോൾ 2 × 1000, അതായത് നമുക്ക് ആൻസർ എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ സമ്മിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാ ടേംസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സമ്മിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് അത് 2 ടൈംസ് ആയി മാറും എന്നുള്ളതാണ്. ക്ലിയർ? ആദ്യത്തെ സീക്വൻസിൽ നിന്ന് തന്നെ ഇതിന്റെ സമ്മ് നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് എന്തൊക്കെ കൺസെപ്റ്റുകളാണ്, ആശയങ്ങളാണ് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞ ഈക്വിഡിസ്റ്റന്റ് എന്ന ഐഡിയയിൽ നിന്നാണ് എന്ത് വന്നത്? നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ അല്ലേ നമുക്ക് മിഡിൽ ടേം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ആശയം പറഞ്ഞത്, കൺസെപ്റ്റ് പറഞ്ഞത്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ടേംസുകളുടെ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ ടേംസുകളുടെ സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ക്ലിയർ? മൂന്നാമത്തേത് പറഞ്ഞത് നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെങ്കിൽ അത് ബോത്ത് സൈഡ്സ്, 2 സൈഡിൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയ ടേംസുകളെ നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും. ആ ഓരോ പെയറിലുള്ള സമ്മും ടേംസുകളുടെ സമ്മ് സെയിം ആയിരിക്കും, പെയർ സമ്മ് സെയിം ആയിരിക്കും. കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അതിൻ്റെ മൊത്തം സമ്മ് കിട്ടുന്നതിനെ പെയർ സം ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് എന്നും പറഞ്ഞിരുന്നു അല്ലേ? ഈവൻ നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെങ്കിൽ സം കാണാനുള്ള, തുക കാണാനുള്ള സൂത്രം എന്താണ്? പെയർ സം ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്, അതായത് ഒരു ജോഡിയിലെ പദങ്ങളുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം എന്നതായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്പർ ഓഫ് പൊസിഷൻ നമ്പറിൻ്റെ സമ്മ് ചെയ്യുമാണെങ്കിൽ, പൊസിഷൻ നമ്പറിൻ്റെ സമ്മ് ചെയ്യുമാണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസുകളുടെ സമ്മും സെയിം തന്നെയായിരിക്കും അല്ലേ? പൊസിഷൻ നമ്പറുകളുടെ സം സെയിം ആണെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസുകളുടെ സമ്മും സെയിം ആയിരിക്കും. അതായത് നമ്മൾ പെയറാക്കുന്ന ടേംസ് ആണത്. പെയറാക്കുന്ന, ജോഡികളാക്കി തിരിക്കുന്ന ടേംസുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. സം ഓഫ് പൊസിഷൻസ് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ? പെയറാക്കുന്ന ടേംസിനെ കണ്ടുപിടിക്കാനുള്ള സൂത്രമാണ് എന്ത്? ആ പൊസിഷൻസിന്റെ സമ്മ് സെയിം ആണോ, തുല്യമാണോ എന്ന് നോക്കിയാൽ മതി. 1ഉം 10ഉമാണ് ജോഡിയായതെങ്കിൽ 1 + 10 11ആണ്. 2 + 9, രണ്ടാമത്തെ ടേമും 9ാമത്തെ ടേമാവും ജോഡിയായത്. 5ാമത്തെ ടേമിനോട് ജോഡി ചേരുന്നത് 11ആവാൻ വേണ്ടി 5ൽ ബാക്കിയുള്ള 6ാമത്തെ ടേമായിരിക്കും. ഇങ്ങനെയുള്ള ഐഡിയാസ് ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ 8, 9 വർക്ക്ഷീറ്റിലെ പ്രോബ്ലംസ് ചെയ്തത്. മുഴുവൻ പ്രോബ്ലംസ് 5 പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്തത്. ഇതേ മോഡലിലുള്ള 5 പ്രോബ്ലംസും കൂടി ആ വർക്ക്ഷീറ്റുകളിലുണ്ട്. വർക്ക്ഷീറ്റിൻ്റെ മലയാളവും ഇംഗ്ലീഷും PDF കിട്ടുന്നതിന് നിങ്ങൾ SSLC മാത്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 10th വർക്ക്ഷീറ്റ് അതൊരു ഇവാലുവേഷൻ വർക്ക്ഷീറ്റാണ്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ്, വൃത്തങ്ങൾ ആയി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.